ഇനി നമുക്ക് പഠിക്കാനുള്ളൊരു പോർഷനാണ് ഡൈസ് എന്ന് പറയുന്ന പോർഷൻ. ഇന്നത്തെ കുറച്ച് ഡൈസ് എന്താണെന്നും ഡൈസിൻ്റെ ക്ലാസിഫിക്കേഷനും ആൻഡ് ദെൻ ഉള്ളത് കുറച്ച് ഡൈസിൻ്റെ സിന്തസിസുമാണ് നമുക്കിതിൽ പഠിക്കാനായിട്ട് വരുന്നത്. സോ ഡൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. കളേർഡ് ഓർഗാനിക് കോമ്പൗണ്ട്, നമ്മൾ കെമിസ്ട്രി പരമായിട്ട് പറഞ്ഞാൽ അത് കളേർഡ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. കളറ് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളാണത്. ഹാവിങ് അവരുടെ കളറ് മറ്റൊരു സബ്സ്റ്റൻസിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാനായിട്ട് സാധിക്കും. ആ സബ്സ്റ്റൻസുകളെയാണ് അല്ലെങ്കിൽ ആ കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഡൈസ് എന്ന് വിളിക്കുന്നത്. ടെക്സ്റ്റൈൽ ഫൈബറിന്, പേപ്പറിന്, ഫുഡ് സ്റ്റഫ്സിനൊക്കെ എന്ത് ചെയ്യുന്നു, തൻ്റെ കളറ് കൊടുക്കുന്നു. ഓക്കെ, അതിന് എക്സാമ്പിളാണ് അല്ലിസാരിൻ ഇൻഡിഗോ. അതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഡൈസിൻ്റെ എക്സാമ്പിളാണ്. പക്ഷെ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഏതാണ്? കൊമേഴ്ഷ്യൽ ഡൈസ് എന്ന് പറയുന്നത് എന്താണ്? സിന്തറ്റിക് ഡൈസ് ആണ്. സിന്തറ്റിക് മെത്തേഡ്സ് വഴി പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് ഒരു ഡൈ ആവണമെങ്കിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടത്? എല്ലാ ഡൈസ് കളേർഡ് ആയിരിക്കണം, പക്ഷെ എല്ലാ കളേർഡ് കോമ്പൗണ്ടും ഡൈസ് ആകണമെന്നില്ല, അല്ലേ? എല്ലാ ഡൈസ് കളേർഡാണ്, പക്ഷെ കളറുള്ള എല്ലാ കോമ്പൗണ്ടുകളും ഡൈസ് ആകണമെന്നില്ല. ഡൈ ആകണമെങ്കിൽ കുറച്ച് റിക്വയർമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് താഴെ പറയുന്നത്. ഇറ്റ് മസ്റ്റ് ഹാവ് എ സ്യൂട്ടബിൾ കളർ. ആദ്യം എന്തായാലും കളർ വേണമല്ലോ. ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് ഫിക്സിങ് ഇറ്റ് സെൽഫ് ഓൺ ടു ദ മെറ്റീരിയൽ ടു ബി ഡൈഡ്. ഏത് മെറ്റീരിയലാണോ നമ്മൾ ഡൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏത് മെറ്റീരിയലാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിലേക്ക് ഇത് തനതായി ഫിക്സ് ആകണം. ഓക്കെ, തൻ്റെ കളർ ഇമ്പാർട്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഫാസ്റ്റ്. അത് ഫാസ്റ്റ് ആയിരിക്കണം. ഇറ്റ് മസ്റ്റ് ഏബിൾ ടു റെസിസ്റ്റ് ദ ആക്ഷൻ ഓഫ് ലൈറ്റ്, വാട്ടർ, ആസിഡ്, ആൽക്കലി. ക്ലീൻ ചെയ്യുമ്പോൾ ക്ലെൻസേഴ്സിൻ്റെ ആക്ഷനെ അത് തരണം ചെയ്യണം. ഡിറ്റർജൻസിൻ്റെ ഇതിനെ തരണം ചെയ്യണം. കാരണം ക്ലോത്ത്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ എന്നും അത് കഴുകും. അപ്പോൾ ഡൈഡ് ക്ലോത്ത്സ് ആണെങ്കിൽ നമ്മൾ അത് കഴുകിക്കഴിഞ്ഞാലും അത് പോകരുത് ആ കളർ. സോ ആ ഒരു റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി അതിനുണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ദ ഡൈ മസ്റ്റ് ബി ഫാസ്റ്റ് ഓഫ് വേരിയസ് ഓർഗാനിക് സോൾവെൻറ്റ്സ് യൂസ്ഡ് ഇൻ ഡ്രൈ ക്ലീനിങ്. ഡ്രൈ ക്ലീനിങ്ങിൽ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അതിലെ ഓർഗാനിക് സോൾവെൻറ്റ്സുമായിട്ട് എന്ത് ചെയ്യണം, റെസിസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ അതിൽ നമ്മൾ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കുമ്പോഴത്തേക്ക് അതിലെ ഓർഗാനിക് സോൾവെൻസുമായിട്ട് മിക്സ് ആയിട്ട് വെരി ഫാസ്റ്റായിട്ട് അവിടെ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ട സാധനം ഇത് ചെയ്യണം. ഇറ്റ് ഷുഡ് പ്രിഫറബിളി ബി സോലുബിൾ ഇൻ വാട്ടർ ആൻഡ് അക്വസ് സൊല്യൂഷൻ. വാട്ടറും അക്വസ് സൊല്യൂഷൻസിലും പ്രിഫറബിളി അത് സോലുബിൾ ആയിരിക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് ഡൈ ആകണമെങ്കിൽ വേണ്ട റിക്വയർമെൻറ്റ്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ഡൈസും കളേർഡാണ്, പക്ഷെ എല്ലാ കളേർഡ് കോമ്പൗണ്ടും ഡൈസ് അല്ല. അതിൻ്റെ കാരണം തന്നെയാണ് കളേർഡ് കോമ്പൗണ്ട്സ് എല്ലാം തന്നെ തൻ്റെ കളർ മറ്റൊരാളിലേക്ക് ഇമ്പാർട്ട് ചെയ്യണമെന്നില്ല, കൊടുക്കണമെന്നില്ല. അത് ഡൈസിന് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ അവിടെ പറയുന്നത്. ഓക്കെ, അതിന് ഡൈസിൻ്റെ കെമിക്കൽ നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ഡൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആരോമാറ്റിക് റിങ്സ് ആണ് അവർക്കുള്ളത്. ബെൻസീൻ, നാഫ്തലീൻ പോലെയാണ് അവരുടെ ഫ്രെയിം വർക്ക്. അങ്ങനത്തെ ആരോമാറ്റിക് റിങ്സ് ആണ് അവരുടെ ഫ്രെയിം വർക്ക് വരുന്നത്. ഓക്കെ, പിന്നെ കോമൺ സബ്സ്റ്റുവൻസ് ഓൺ ദ റിംഗ് എന്ന് പറഞ്ഞാൽ പോളാർ ഗ്രൂപ്പ്സ് ആയിരിക്കും. ഹൈഡ്രോക്സിൽ, അമിനോ, നൈട്രോ, കാർബോക്സിൽ, സൾഫോണിക് ആസിഡ്, അങ്ങനത്തെ ഗ്രൂപ്പുകളായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഡൈ ഓസ് ഇറ്റ്സ് കളർ ഡ്യൂ ടു പ്രസൻസ് ഓഫ് എ ക്രോമോഫോർ. നമ്മൾ ക്രോമോഫോറും ഓക്സോക്രോമും UV സ്പെക്ട്രോസ്കോപ്പിയിൽ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ ക്രോമോഫോർ എന്ന് പറഞ്ഞാൽ സ്വന്തമായി കളറുള്ള ആൾ. ഓക്കെ, അപ്പോൾ ഡൈക്ക് കളർ വരാൻ കാരണം അതിനകത്തൊരു ക്രോമോഫോർ കാണും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഫിക്സിംഗ് പ്രോപ്പർട്ടി ടു അസിഡിക് ഓർ ബേസിക് ഓക്സോക്രോം ഗ്രൂപ്പ്സ് ലൈക്ക്. പിന്നെ അതിനൊരു ഫിക്സിംഗ് പ്രോപ്പർട്ടിയും കാണും. ഓക്കെ, ആൻഡ് ദ പോളാർ ഓക്സോക്രോം മേക്സ് ദ ഡൈ വാട്ടർ soluble ആൻഡ് ബൈൻഡ്സ് ദ ഡൈ ടു ദ ഫാബ്രിക് ബൈ ദ ഇൻറ്ററാക്ഷൻ വിത്ത് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഗ്രൂപ്പ്സ് ഓഫ് ദ ഫാബ്രിക്. ഫാബ്രിക്കിൻ്റെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് ഫാബ്രിക്കിൻ്റെ ഗ്രൂപ്പ്സും ഡൈഡ് ഗ്രൂപ്പ്സും കൂടി തമ്മിൽ ബൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഓക്സോക്രോം, പോളാർ ഓക്സോക്രോം ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നോമൻക്ലേച്ചർ അത്ര വലിയ ഇതല്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നോമൻക്ലേച്ചർ. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് ഡൈസ്. ഡൈസ് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്ട്രക്ചറും, ബേസ്ഡ് ഓൺ ദെയർ സ്ട്രക്ചറും ആൻഡ് ബേസ്ഡ് ഓൺ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷനും. സോ ബേസ്ഡ് ഓൺ ദെയർ സ്ട്രക്ചർ, ഈ ക്ലാസിഫിക്കേഷനിൽ ഡൈസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ക്രോമോഫോർ പ്രസൻറ്റ് എന്ന്. അവരുടെ സ്ട്രക്ചറിൻ്റെ ബേസിസിലും
ഏത് ടൈപ്പ് ക്രോമോഫോർ ആണോ അവരിൽ പ്രസൻ്റ് ആയിട്ടുള്ളത് അത് വെച്ചിട്ടാണ് ഈ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ നമുക്ക് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നൈട്രോ ആൻഡ് നൈട്രസോ ഡൈസ്. ഇവരിൽ ക്രോമോഫോഴ്സ് എന്ന് പറയുന്നത് ഒന്നീ NO2 ഗ്രൂപ്പ് ആയിരിക്കും, നൈട്രോ ഗ്രൂപ്പ്, അല്ലെങ്കിൽ നൈട്രസോ ഗ്രൂപ്പ് ആയിരിക്കും, NO ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, അവർ പോളി നൈട്രോ ഡെറിവേറ്റീവ്സ് ഓഫ് ഫീനോൾ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? പോളി നൈട്രോ ഡെറിവേറ്റീവ്, ഫീനോളിലേക്ക് നൈട്രോ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള എന്താണ് കോമ്പൗണ്ടുകളായിരിക്കും ഇവരിൽ ഡൈസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് NO2 ഗ്രൂപ്പ് എന്തായിട്ട് വരും? ക്രോമോഫോർ ആയിട്ട് വരും. ഹൈഡ്രോക്സിൽ അല്ലെങ്കിൽ അമിനോ ഗ്രൂപ്പ് എന്തായിട്ട് വരും? ഓക്സോക്രോം ആയിട്ട് വരും. ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നൈട്രോ ആൻഡ് നൈട്രസോ ഡൈസിന് പിക്രിക് ആസിഡ് ആണ്. ഓക്കെ, ഫീനോളിൽ ഓർത്തോ പാരാമെറ്റാ പൊസിഷനിൽ NO2 വരുന്നത്, അല്ലെങ്കിൽ മാർട്ടിയസ് എല്ലോ. ഓക്കെ, നമ്മൾ ഡൈസിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡൈയും മീൻസ് എന്താണ് ക്ലാസിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതണം, എക്സാമ്പിൾ മസ്റ്റായിട്ട് എഴുതണം. എക്സാമ്പിൾ എഴുതിയില്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. കുറേ ഉണ്ട്. നാഫ്തോൾ, യെല്ലോ, ഏതെങ്കിലും 2 എക്സാമ്പിളോ അല്ലെങ്കിൽ 1 എക്സാമ്പിളെങ്കിലും മിനിമം പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് അസോ ഡൈസ്. ഇതിനകത്ത് അസോ ഗ്രൂപ്പാണുള്ളത്. അസോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ N ഡബിൾ ബോണ്ട് N ഉള്ള ഗ്രൂപ്പുകളാണ് അസോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. 1 or more അസോ ഗ്രൂപ്പ്സ് കാണും. അതാണ് പ്രൈമറി ക്രോമോഫോർ എന്ന് പറയുന്നത്. ഓക്സോക്രോംസ് എന്ന് പറയുന്നത് NH2, NR2, OH, SO3H പോലത്തെ ആണ് ഓക്സോക്രോംസ് വരുന്നത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്ന ഡൈ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. കാരണം എന്താണ്? മീഥൈൽ ഓറഞ്ച് നമ്മൾ ലാബുകളിൽ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഓക്കെ, സോ മീഥൈൽ ഓറഞ്ചിൻ്റെ സ്ട്രക്ചർ ഇതാണ് വരുന്നത്. ഒരു ബെൻസീൻ റിങ്ങിൽ SO3H മറ്റ് ബെൻസീൻ റിങ്ങിൽ NCH3 ട്വൈസും ആൻഡ് 2നെ കണക്ട് ചെയ്തുകൊണ്ട് അസോ ഗ്രൂപ്പ് N ഡബിൾ ബോണ്ട് N. ഓക്കെ, 2 ഫിനൈൽ റിങ്ങിനെ കണക്ട് ചെയ്തുകൊണ്ട്. മീഥൈൽ ഓറഞ്ച്, കോൺകോ റെഡ് ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ, അസോ ഡൈസിൻ്റെ എക്സാമ്പിൾ വരുന്നത്. മീഥൈൽ ഓറഞ്ച്, കോൺകോ റെഡൊക്കെ നമുക്ക് സിന്തസിസിനകത്തും പഠിക്കാനായിട്ട് വരുന്നുണ്ട്. സോ അതിൻ്റെ സ്ട്രക്ചറുകൾ നിങ്ങൾ നേരത്തെ പഠിച്ചു വെക്കുക. പിന്നെ വരുന്നത് ഡൈഫിനൈൽ മീഥെയിൻ ഡൈ ആണ്. ബേസിക് ഡൈഫിനൈൽ മീഥെയിൻ എന്ന് പറയുന്ന സ്കെലിറ്റൺ അവർക്ക് കാണും. ഇതാണ് ഡൈഫിനൈൽ മീഥെയിൻ എന്ന് പറയുന്ന സ്കെലിറ്റൺ. ബേസിക് ആയിട്ട് അവർക്ക് കാണും. ഇൻ വിച്ച് ഒരു അരോമാറ്റിക് റിങ്ങിൽ ക്വിനിനോയിഡ് സ്ട്രക്ചർ ആയിരിക്കും, ക്വിനിനോയിഡ് ഫോമിലായിരിക്കും. അതാണ് ക്രോമോഫോർ. ക്വിനിനോയിഡ് ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡബിൾ ബോണ്ട് വരുന്നത്. ക്വിനിനോയിഡ് ഫോം മീൻസ് ഇങ്ങനെ വരുന്നതാണ് ക്വിനിനോയിഡ് ഫോം എന്ന് പറയുന്നത്. ഇതിലങ്ങനെ വന്നിട്ടില്ല. അതാണ് ക്വിനിനോയിഡ് ഫോം കാണും. അതാണ് ക്രോമോഫോർ എന്ന് പറയുന്നത്. ഓക്സോക്രോംസ് ഇതിൽ NH2, NR2 ഇതൊക്കെയാണ് ഓക്സോക്രോംസ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഒറാമിൻ O എന്ന് പറയുന്ന ഡൈ. ഇത് ട്രൈഫിനൈൽ മീഥെയിൻ ഡൈസ്. ഇതിനകത്ത് സെൻട്രൽ കാർബൺ ആറ്റം 3 അരോമാറ്റിക് റിങ്ങിനോടായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത്? ബോണ്ട് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം ക്വിനിനോയിഡ് ഫോമാണ്. അതാണ് നമ്മുടെ ക്രോമോഫോറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്സോക്രോംസ് NH2, NR2, OH പോലത്തെ ആൾക്കാർ തന്നെയാണ് ഓക്സോക്രോംസ് ആയിട്ട് വരുന്നത്. ഈ ഓക്സോക്രോംസ് ഫിനൈൽ റിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കളർലെസ് കോമ്പൗണ്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അവരെ ലൂക്കോ കോമ്പൗണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് ആ ലൂക്കോ കോമ്പൗണ്ട്സിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ കളർ ബേസസ് ആയിട്ട് മാറ്റാൻ പറ്റും. ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ് ഫോം എ കളേർഡ് ഡൈ. അത് എന്താണ്? ഒരു ആസിഡിൻ്റെ പ്രസൻസിൽ നമ്മൾ എടുത്ത് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ അത് കളേർഡ് ഡൈ ആയിട്ട് മാറും. അതാണ് ട്രൈഫിനൈൽ മീഥെയിൻ ഡൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര ഓർത്ത് നോക്കുക. സെൻട്രൽ കാർബൺ ആറ്റം 3 അരോമാറ്റിക് റിങ്ങിനോടായിരിക്കും ബോണ്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഒരെണ്ണം ക്വിനിനോയിഡ് ഫോം ആയിരിക്കും. അതായിരിക്കും ക്രോമോഫോർ. ഓക്സോക്രോം എന്ന് പറയുന്നത് NH2, NR2, OH ആയിരിക്കും. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മാലക്കൈറ്റ് ഗ്രീൻ, റോസാനലിൻ, ക്രിസ്റ്റൽ വയലറ്റ് ഇതുപോലത്തെ ഡൈസ് ആണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്തത് ആന്ത്രാക്വിനോൺ ഡൈസ്. ആന്ത്രാക്വിനോൺ എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിരിക്കും അത്. ആന്ത്രസീൻ ടൈപ്പ് ഡൈസിനകത്ത് പാരാക്വിനോയിഡ് ആയിരിക്കും ക്രോമോഫോർ എന്ന് പറയുന്നത്. പാരാക്വിനോയിഡ്. അല്ലിസാരിനാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇൻഡിഗോയിഡ് ഡൈസ്, അത് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഓൾഡസ്റ്റ് നോൺ ഓർഗാനിക് ഡൈ ആണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. ഇൻഡിഗോ ആണ് ഇൻഡിഗോയിഡ് ഡൈസിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതിനകത്ത് കാർബണൈൽ ഗ്രൂപ്പാണ് ക്രോമോഫോറായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് താലീൻ ഡൈസ്.
Phthalene and xanthine dyes. These are formed by condensing phenol with phthalic anhydride in the presence of dehydrating agent. Phthalic anhydride ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റുമായിട്ട് കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീനോൾസിനെ താലിക് അൺഹൈഡ്രോയിഡ് വെച്ച് ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ് പ്രസൻസിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡൈസ് ആണ് താലീൻ ആൻഡ് സാന്തീൻ ഡൈസ്. ആൻഡ് ഫിനോഫ്തലിൻ ഈസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ താലീൻ ഡൈ. ഓക്കെ, അത് നമുക്ക് പഠിക്കാനുണ്ട്. ഫിനോഫ്താലിൻ്റെ സിന്തസിസ് പഠിക്കാനുണ്ട്. ഫ്ലൂറസീൻ, യുറാനിൻ, അതാണ് സാന്തീൻ ഡൈസിൻ്റെ എന്ത് വരുന്നത്, എക്സാമ്പിളായിട്ട് വരുന്നത്. നെക്സ്റ്റ് ഹെട്രോസൈക്ലിക് ഡൈസ്. These dyes which contain at least one heterocyclic ring in their molecule. Heterocyclic ring എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം ഇതാണ് ബെൻസീൻ ഗ്രൂപ്പ്, ബെൻസീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാർബൺ ആറ്റം വേറെ ഹെട്രോ ആറ്റംസ് വരുവാണെങ്കിൽ, നൈട്രജൻ വരുവാണെങ്കിൽ ഇവിടെ പിരിഡീൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ബോണ്ടില്ല, ഇവിടെ NH ആണ് വരുന്നതെങ്കിൽ ഇത് പൈറോൾ ആയിരിക്കും. ദെൻ എന്താണ്, ഇതാണ് ഫ്യൂറാൻ എന്ന് പറയുന്നത്. അങ്ങനെ ഹെട്രോ ആറ്റംസ് വരുമ്പം നമുക്ക് ഹെട്രോസൈക്ലിക് റിങ്ങുകളാണ് കിട്ടുന്നത്. സോ അങ്ങനെ കാർബണിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വേറെ ഹെട്രോ ആറ്റംസ് വരുന്നത്. അങ്ങനത്തെ ഡൈകളെ, ആ ഹെട്രോസൈക്ലിക് റിങ് മോളിക്യൂളിലുള്ള ഡൈകളെയാണ് നമ്മൾ ഹെട്രോസൈക്ലിക് ഡൈസ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് എന്താണ്, സയാനിൻ, മെഥിലീൻ ബ്ലൂ പോലെയുള്ള ഡൈസ്. ഓക്കെ, താലോസയാനിൻ ഡൈസ് അത് ഇമ്പോർട്ടൻറ്റ് ക്ലാസ് ഓഫ് സിന്തറ്റിക് ഓർഗാനിക് ഡൈസ് ആൻഡ് പിഗ്മെൻറ്റ്സ് ആണ്. എന്ന് പറഞ്ഞാൽ ദേ ആർ മെറ്റൽ കോംപ്ലക്സസ്. അവർ മെറ്റൽ കോംപ്ലക്സ് ആണ്. പോർഫിൻ ന്യൂക്ലിയസ് ഓഫ് ഹീം ഓർ ക്ലോറോഫിൽ, ഹീമോഗ്ലോബിൻ്റെ അല്ലെങ്കിൽ ക്ലോറോഫിലിൻ്റെയോ പോർഫൈറിൻ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ന്യൂക്ലിയസ് ഉണ്ട്. അതിനെ റിസംബിൾ ചെയ്യുന്ന മെറ്റൽ കോംപ്ലക്സസ് ആയിരിക്കും ഇവരെന്ന് പറയുന്നത്. പക്ഷേ 4 നൈട്രജൻ ആറ്റംസ് മെഥിലീഡിയൻ ഗ്രൂപ്പ്സിൻ്റെ പകരം, എന്ന് പറഞ്ഞാൽ പോർഫൈറിൻ റിങ്ങിനകത്ത് മെഥിലീഡിയൻ ഗ്രൂപ്പ്സ് ആണ് വരുന്നത് ചുറ്റിനും. അതിന് പകരം 4 നൈട്രജൻ ആറ്റംസ് ആയിരിക്കും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് മോണസ്ട്രാൽ ഫാസ്റ്റ് ബ്ലൂ. അത് എന്ന് പറഞ്ഞാൽ കോപ്പർ താലോസയാനിനാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് സ്ട്രക്ചറിനെയും ക്രോമോഫോറിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ ഓഫ് ഡൈസ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞാൽ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ ആണ്. അതും നമുക്കൊരു 5 തരത്തിലുണ്ട്. സോ ഫസ്റ്റ്, ഡയറക്റ്റ് ഓർ സബ്സ്റ്റാൻഷ്യൽ ഡൈസ്. These dyes can be applied to a fabric by direct immersion in an aqueous solution of the dye, taking it out, removing excess of the solution and drying. എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ഫാബ്രിക്കിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡൈ ആണ് ഈ ഡയറക്റ്റ് ഡൈസ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഡൈയുടെ സൊല്യൂഷനകത്തോട്ട് ഫാബ്രിക് മുക്കിക്കഴിഞ്ഞ് എക്സ്ട്രാ സൊല്യൂഷൻ റിമൂവ് ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഡൈ അപ്ലൈ ആകും. അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഡയറക്റ്റ് ഡൈസ് സ്ട്രോങ്ലി പോളാർ ഡൈസ് ആണ്. യൂസ്ഡ് ഫോർ പോളാർ വൂള്, മോഡറേറ്റ്ലി പോളാർ ഫൈബർ, കോട്ടൺ, റയോൺ എന്നൊക്കെ യൂസ് ചെയ്യുന്ന ഡൈസ് ആണ് ഈ ഡയറക്റ്റ് ഡൈസ് എന്ന് പറയുന്നത്. അത് സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അസിഡിക്കും ബേസിക് ഡൈസുമായിട്ട്. അസിഡിക് എന്ന് പറഞ്ഞാൽ ദീസ് ഡൈ കണ്ടെയ്ൻ അസിഡിക് ആയിട്ടുള്ള ഓക്സോക്രോംസ് ആയിരിക്കും അതിലേക്ക് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ നൈട്രോ നാഫ്തോൾസ്, മാർച്ചസെല്ലോ ആൻഡ് സോഡിയം സോൾട്സ് ഓഫ് സൾഫോണിക് ആസിഡ്സ് ആർ അസിഡിക് ഡൈസ്. ഓക്കെ, ഇവരെ വൂളും സിൽക്കും ഡൈ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണ്, പോളാർ അസിഡിക് ഗ്രൂപ്പ് ഡൈയുടെ ബേസിക് ഗ്രൂപ്പുമായിട്ട്, ഫാബ്രിക്കിൻ്റെ ബേസിക് ഗ്രൂപ്പുമായിട്ട് എന്ത് ചെയ്യുന്നു, ഇൻറ്ററാക്ട് ചെയ്യുന്നു. അസിഡിക് ഓക്സോക്രോംസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഫാബ്രിക്കിന് വേണ്ടത് എന്തായിരിക്കും, ബേസിക് ഓക്സോക്രോംസ് ഉള്ള ഫാബ്രിക് ആയിരിക്കും വേണ്ടത്. എന്നാലേ അത് തമ്മിൽ എന്ത് ചെയ്യത്തുള്ളൂ, ഇൻറ്ററാക്ട് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇവിടുത്തെ H+ പോയിട്ട് ഇവിടുത്തെ H+ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ട് എന്താവുന്നു, ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്യുന്നു ഇവർ തമ്മിൽ. അതാണ് ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബേസിക് ഡൈസ്. ബേസിക് ഡൈസ് കണ്ടെയ്ൻസ് ബേസിക് ഓക്സോക്രോംസ് ആയിരിക്കും ഡൈയിലുള്ളത്. സോ അതെന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ സിങ്ക് ക്ലോറൈഡിൻ്റെ കളർ ബേസസ് ആയിരിക്കും. അപ്പോൾ ആനിമൽ ഫാബ്രിക്സ് ആണ് ഇത് കൂടുതൽ ഡൈ ചെയ്യുന്നത്. മാലക്കൈറ്റ് ഗ്രീൻ ആണ് ബേസിക് ഡൈയുടെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്തത് മോഡേൺ ഡൈസ്. മോഡേൺ ഡൈസ് എന്ന് പറഞ്ഞാൽ ഇവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫാബ്രിക്കുമായിട്ട് ഒരു നാച്ചുറൽ അഫിനിറ്റി ഇല്ല.
ഫാബ്രിക്കുമായിട്ട് ഡയറക്റ്റ് ഫാബ്രിക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ചില ഏജൻറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ഡയറക്റ്റായിട്ട് ഫാബ്രിക്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഏജൻറ്റുകളെയാണ് നമ്മൾ മോർഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡൈസിനെയാണ് നമ്മൾ മോഡേൺ ഡൈസ് എന്ന് പറയുന്നത്. സോൾട്ട് ഓഫ് മെറ്റൽസ് ലൈക്ക് അലൂമിനിയം, അയൺ, ക്രോമിയം, അതർ അസിഡിക് സബ്സ്റ്റൻസസ്, അവയാണ് നമ്മൾ മോഡേൺസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അസിഡിക് ഡൈസ് ആണെങ്കിൽ അവർക്ക് ബേസിക് മോഡൻസ് ഓഫ് മെറ്റൽ ഓക്സൈഡ്സ് ആണ് വേണ്ടത്. ബേസിക് ഡൈസ് ആണെങ്കിൽ അസിഡിക് മോഡൻസ് ആണ് വേണ്ടത്. ഓക്കെ, ഇതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഫാബ്രിക്കിനെ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, മോഡേണായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ആൻഡ് പിന്നാണ് ഡൈ സൊല്യൂഷൻ വെച്ച് ട്രീറ്റ് ചെയ്യുന്നത്. മോഡേൺ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് കമ്പൈൻസ് വിത്ത് അസിഡിക് ഓർ ബേസിക്, ഫാബ്രിക്കിനകത്ത് അസിഡിക് അല്ലെങ്കിൽ ബേസിക് ഗ്രൂപ്പ്സുമായിട്ട് മോർഡൻ്റ് ആദ്യം കമ്പൈൻ ചെയ്യുന്നു, ആൻഡ് പിന്നാണ് ഡൈയുടെ അസിഡിക് അല്ലെങ്കിൽ ബേസിക് ഗ്രൂപ്പുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ അല്ലിസാരിനാണ് അങ്ങനത്തെ ഒരു മോഡേൺ ഡൈയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അല്ലിസാരിനും മോഡേൺ അലൂമിനിയം ഹൈഡ്രോക്സൈഡും വെച്ചിട്ട് ബൈൻഡിങ് ഓഫ് ദ ഡൈ ടു ദ ഫാബ്രിക് മേ ബി ഡ്യൂ ടു സോൾട്ട് ഫോർമേഷൻ ഓഫ് IOH എന്ന് പറയുന്ന സോൾട്ട് ഉണ്ടാവുന്നതുകൊണ്ടാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. സോ പിന്നെ മോഡേൺ ഡൈസ് ഡൈയിങ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫോർ വൂളും നൈലോണും പോലത്തെ തുണികളിൽ ഈ മോഡേൺ ഡൈസ് അപ്ലൈ ചെയ്യാൻ നല്ലതായിരിക്കും. നെക്സ്റ്റ് വാറ്റ് ഡൈസ്. ഈ ഡൈസ് വാട്ടറിൽ ഇൻസോലുബിൾ ആണ്, പക്ഷേ സോഡിയം ഹൈപ്പോസൾഫേറ്റ് വെച്ച് നമ്മൾ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കളർലെസ് സോലുബിൾ കോമ്പൗണ്ട് ഉണ്ടാവും. അത് കോട്ടൺ ആൻഡ് സെല്ലുലോസ് ഫൈബേഴ്സിനോട് ഭയങ്കര അഫിനിറ്റിയാണ്. എന്നിട്ട് സൊല്യൂഷനെ എന്ത് ചെയ്യുന്നു, ആ റെഡ്യൂസ്ഡ് ഡൈയിലേക്ക് നമ്മൾ സോക്ക് ചെയ്യുന്നു, ഓക്സിഡൻസുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ കളർലെസ് കോമ്പൗണ്ട് വീണ്ടും ഓക്സിഡൈസ്ഡ് ആയിട്ട് ഇൻസോലുബിൾ ഡൈ ആയിട്ട് മാറുന്നു. അതെന്താണ്, ഫാബ്രിക്കിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. ഇൻഡിഗോ ആണ് അങ്ങനത്തെ വാറ്റ് ഡൈക്കുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻഗ്രെയിൻ ഡൈസ്. വാട്ടർ ഇൻസോലുബിൾ അസോ ഡൈ മേ ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ഫൈബർ ഇറ്റ് സെൽഫ്. സോ ഫോർ ദിസ് ക്ലോത്ത് ഈസ് ഫസ്റ്റ് വാട്ടർ ഇൻസോലുബിൾ ആയിട്ടുള്ള ഡൈ എന്ത് ചെയ്യുന്നു, ഫൈബറിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് ക്ലോത്ത് ആദ്യം എന്ത് ചെയ്യുന്നു, സൊല്യൂഷനിലേക്ക് സോക്ക് ചെയ്യുന്നു വിത്ത് എ കപ്ലിംഗ് റീഅറേഞ്ച്മെൻറ്റ്, ഫീനോൾ, നാഫ്തോൾ പോലത്തെ കപ്ലിംഗ് റിയേജൻസ് വെച്ച് സോക്ക് ചെയ്യുന്നു. എന്നിട്ട് അപ്രോപ്രിയേറ്റ് ഡയസോണിയം സോൾട്ടിലേക്ക് നമ്മൾ സൊല്യൂഷനെ ഇമേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് ഡൈ എന്ന് പറയുന്നത് ഫാബ്രിക്കിലുണ്ടായ ഡൈ എന്ത് ചെയ്യുന്നു, ഓക്സോക്രോമുകളായിട്ട് ഫാസ്റ്റായിട്ട് എന്ത് ചെയ്യുന്നു, അതിനെ ബൈൻഡ് ചെയ്യുന്നു. സോ അസോയിക് ഡൈയിങ് ഈസ് പെർട്ടിക്കുലർലി സ്യൂട്ടബിൾ ഫോർ കോട്ടൺ ആൻഡ് അതർ സെല്ലുലോസ് ഫൈബേഴ്സ് ബട്ട് മേ ഓൾസോ ബി യൂസ്ഡ് ഫോർ നൈലോൺ. പ്രിൻറ്റഡ് ആയിട്ടുള്ള ഫൈബേഴ്സ് മേക്ക് ചെയ്യാനായിട്ട് ഈ ഡൈസ് ഉപയോഗിക്കും. ഇൻഗ്രെയിൻ ഡൈസ്, അസോയിക് ഡൈസ് ഓർ ഡെവലപ്ഡ് ഡൈസ്. കാരണം ഡൈയെ നമ്മൾ ഫാബ്രിക്കിൽ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ്, എന്നിട്ടാണ് അത് ഓക്സോക്രോംസുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതും ബാക്കി പ്രോസസ്സ് നടക്കുന്നതും. നെക്സ്റ്റ് ഡിസ്പേഴ്സ്ഡ് ഡൈസ്. ഇവർ ഇൻസോലുബിൾ ഇൻ വാട്ടറാണ്, പക്ഷേ കൊളോയിഡൽ ഫോമിൽ ഇവർ വാട്ടറിൽ സോലുബിൾ ആണ്, ഡിസ്പേഴ്സ്ഡ് ആണ്. ഓക്കെ, ഫാബ്രിക് ഈസ് ഡിസ്പേഴ്സ്ഡ് ഇൻ കൊളോയിഡൽ ഡിസ്പേർഷൻ ഓഫ് ദ ഡൈ. Fine dye particles are absorbed in the crystal structure of the fabric. ഫൈനായിട്ടുള്ള ഡൈ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു, ഫാബ്രിക്കിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. ഡൈ എന്താവുന്നു, സോളിഡ് സൊല്യൂഷൻ ഇൻ ദ ഫൈബർ. സോ ഫൈബറിൽ സോളിഡ് സൊല്യൂഷനായിട്ട് ഡൈ ഫോം ചെയ്യുന്നു എന്നാണ് അതിൻ്റെ വേറൊരു മീനിങ് എന്ന് പറഞ്ഞാൽ. സോ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ 1-amino-4 ഹൈഡ്രോക്സി ആന്ത്രാക്വിനോൺ ആണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ലെസ് പോളാർ ഫൈബേഴ്സ് ആയിട്ടുള്ള ഡാക്രൺ, ഒർലോൺ പോലത്തെ ഫാബ്രിക്കുകളിൽ ഡൈ ചെയ്യാൻ ഈ ഡിസ്പേഴ്സ് ഡൈസിനെ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സിന്തസിസ് ആണ്, കുറച്ച് ഡൈകളുടെ. അത് കുറച്ച് ഡൈകളുണ്ട്, മീഥൈൽ ഓറഞ്ച്, കോൺകോ റെഡ്, മാലക്കൈറ്റ് ഗ്രീന്, ക്രിസ്റ്റൽ വയലറ്റ്, ഫിനോഫ്തലിൻ, ഇൻഡിഗോ, ഫ്ലൂറസിൻ, അല്ലിസാരിൻ. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് ഡൈസിൻ്റെ സിന്തസിസ് ആണ് പഠിക്കാനുള്ളത്. ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ചോദിച്ചത് കണ്ടിട്ടുള്ളത് മീഥൈൽ ഓറഞ്ച്, കോൺകോ റെഡ് ഒക്കെ ചോദിച്ച് ഞാൻ കണ്ടിട്ടുള്ളതാണ്. സോ ഡൈസിൻ്റെ സിന്തസിസ് എന്തായാലും പഠിച്ചിട്ടേ എക്സാമിന് പോകാവുള്ളൂ.